സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന് വ്യക്തമായ രാഷ്ട്രീയ നയങ്ങളുണ്ട്. മുസ്ലിം ജമാഅത്തും SYS എല്ലാം അക്കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് കേവലം ആർക്ക് വോട്ട് ചെയ്യണം എന്നിടത്തല്ല, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മളെങ്ങനെ പങ്കാവണം എന്നതുകൂടിയാണത്. വളരെ കൃത്യമായ ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്നും നിർബന്ധമായും വോട്ട് ചെയ്യണം എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം സമസ്തയുടെ വോട്ട് ഇത്തവണ ഈ കക്ഷിക്കാണ്, ആ കക്ഷിക്കാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ വാർത്തകളും ധാരാളമായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരം വാർത്തകൾ കാണുമ്പോഴും ചിലരൊക്കെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ, ഇത് ശരിയാണോ എന്ന് ചോദിക്കും. അത്തരം വാർത്തകൾ ശരിയല്ല എന്ന് ആദ്യമേ തിരിച്ചറിയാനുള്ള ഒരു ബോധം കൂടെ നമുക്കുണ്ടാകണം. ഇനി ഇലക്ഷന്റെ തലേന്ന് രാത്രി, അർദ്ധരാത്രിക്ക് ശേഷം കുറച്ച് മെസ്സേജുകൾ ഇറങ്ങും. ഇത്തവണ ഇന്ന പഞ്ചായത്തിൽ സമസ്തയുടെ വോട്ട് ഇന്ന ആളുകൾക്കാണ്, മറ്റേ പഞ്ചായത്തിൽ ഇന്ന ആളുകൾക്കാണ്, ഇന്ന വാർഡിൽ ഇന്ന ആളുകൾക്കാണ്. സമസ്ത അതിന്റെ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് അതിന്റെ അനുയായികൾക്ക് വിവരം കൊടുക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അല്ല, മീഡിയകളിലൂടെയും അല്ല. അതിന് വളരെ കൃത്യമായ സംഘടനാ സംവിധാനമുള്ളൊരു പ്രസ്ഥാനം എന്ന നിലക്ക് ഓരോ മെമ്പറിലേക്കും, വനിതാ മെമ്പറിലേക്കും പുരുഷ മെമ്പറിലേക്കും ഒക്കെ തന്നെ വളരെ കൃത്യമായ സന്ദേശം പോകുന്ന രീതിയാണ് ഉള്ളത്. പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനത്തൊരു പൊതുനയം രൂപീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും തെരഞ്ഞെടുത്തയക്കുക എന്നത് അത്ര ഭൂഷണമാണ് എന്ന് തോന്നുന്നില്ല. മറിച്ച് വ്യക്തികളെ നന്നായി മനസ്സിലാക്കുകയും വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കുകയും വ്യക്തികളെ വ്യക്തമായും മനസ്സിലാക്കിയിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നൊരു രീതി ഉണ്ടാകേണ്ടതുണ്ട്. വോട്ടവകാശം എന്നത് പൗരന്റെ ഏറ്റവും വലിയ അവകാശമാണ്. അത് ഉപയോഗിക്കുക തന്നെ വേണം. ആരെങ്കിലും വന്നോട്ടെ, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നൊരാൾക്ക് പറയാൻ പാടില്ല. വോട്ട് ചെയ്യൽ നിഷിദ്ധമാണ്, വോട്ട് ചെയ്യുന്നത് കുറ്റകരമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഒരു രാജ്യം ഭൂമിയെ നിർമ്മിക്കാനും വളർത്താനും നമ്മോട് പറഞ്ഞിട്ടുള്ള പടച്ചവൻ ആ ഭൂമിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് നാട്ടുകാർ ഒന്നിച്ചു ചേർന്നല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുക. അതിനെന്തായാലും പ്രതിനിധികളെ തെരഞ്ഞെടുത്തുകൊണ്ട് സഭ രൂപീകരിക്കുന്ന രീതി തന്നെ ഉണ്ടാകണം. അവിടെ കക്ഷിയ രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ മീഡിയ വൈബുകളുടെയോ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് പകരം കൃത്യമായ വിലയിരുത്തലോടുകൂടിയും സ്വയം ബോധത്തോടുകൂടിയും വോട്ട് ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെടാൻ സാധിക്കുന്നത്.